ലോകകപ്പിന്റെ താരമാകുന്ന ചരിത്രത്തിലെ ആദ്യ മലയാളി. T20 ലോകകപ്പ് 2026 കിരീടം ഇന്ത്യ അരമാരയിൽ എത്തിച്ചിരിക്കുകയാണ്. ഫൈനലിൽ ന്യൂസിലൻഡിനെ 96 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ മൂന്നാം T20 ലോകകപ്പ് കിരീടം നേടിയെടുത്തത്. ആദ്യ ബാറ്റ് ചെയ്ത ഇന്ത്യ 5 വിക്കറ്റിന് 255 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ന്യൂസിലൻഡ് 19 ഓവറിൽ 159 റൺസിൽ ഓൾ ഔട്ടായി. ഇന്ത്യ ഇത്തവണ T20 ലോകകപ്പിൽ മുത്തമിട്ടപ്പോൾ അതിന് പിന്നിൽ ഏറ്റവും കയ്യടി അർഹിക്കുന്നത് മലയാളി താരമായ സഞ്ജു സാംസൺ ആണ്. വെറും 5 കളികൾ കൊണ്ട് സഞ്ജു ഈ ലോകകപ്പിൽ വിസ്മയം തീർത്തു. ഇനി ഒരാളും തന്റെ മികവിനെ ചോദ്യം ചെയ്യാൻ വരേണ്ടതില്ലെന്ന് അയാൾ മൈതാനത്ത് കളിച്ചു തെളിയിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന 3 സുന്ദരമായ ഇന്നിംഗ്സുകൾ. ബാറ്റിംഗിന്റെ സമസ്ത പാഠങ്ങൾ കൊണ്ട് ഊടും പാവും നെയ്ത് ചന്തം നിറച്ച ക്ലാസിക് സഞ്ജു സാംസണിന്റെ കരിയറിലെ ഏറ്റവും നിർണായക സമയത്താണ് ഇത്തരമൊരു പ്രകടനം വരുന്നത്. ആദ്യഘട്ടത്തിൽ ബെഞ്ചിലിരുന്നാണ് സഞ്ജു തുടങ്ങിയത്. 2024 T20 ലോകകപ്പിലെ പോലെ സഞ്ജുവിന്റെ കരിയർ ബെഞ്ചിൽ തീരുമോയെന്ന് എല്ലാവരും ഭയപ്പെട്ടിരുന്നു. പക്ഷേ സഞ്ജു തോറ്റുകൊടുക്കാതെ തന്റെ കരുത്തിൽ വിശ്വസിച്ച് മുന്നോട്ടു പോയി. ഇതിന്റെ ഫലമാണിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. T20 ലോകകപ്പിലെ താരമെന്ന പുരസ്കാര നേട്ടത്തിലേക്ക് ഒരു മലയാളി താരം എത്തിയെന്ന ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. വലിയ നിരാശകൾക്കൊടുവിലും പോരാട്ടവീര്യം കാത്തു സൂക്ഷിച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്താമെന്നാണ് സഞ്ജു സാംസൺ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ഈ പ്രകടനത്തോടെ ഇന്ത്യയുടെ T20 ടീമിൽ ഇനിയും താൻ ഉണ്ടാവുമെന്ന് അടിവരയിട്ട് തെളിയിക്കാനും സഞ്ജുവിന് സാധിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ T20 ലോകകപ്പിലെ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ സഞ്ജു ആണെന്നതാണ് എടുത്തു പറയേണ്ടത്. 5 ഇന്നിംഗ്സിൽ നിന്ന് 80.25 ശരാശരിയിൽ 321 റൺസാണ് സഞ്ജു നേടിയത്. 199.37 എന്ന ഗംഭീര സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനുണ്ട്. 3 അർദ്ധ സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയത്. സെമിയിലും ഫൈനലിലും അർദ്ധ സെഞ്ചുറി നേടുന്ന മൂന്നാമത്തെ താരമായി സഞ്ജു മാറി. ഈ നേട്ടത്തിന്റെ ഏൽ ലിസ്റ്റിൽ നേരത്തെ ഇടം പിടിച്ചത് 2009 പാകിസ്ഥാൻ താരം ഷാഹിദ് അഫ്രീദിയും 2014 വിരാട് കോഹ്ലിയുമാണ്. ഇരുവർക്കുമൊപ്പം ഇനി സഞ്ജുവിന്റെ പേരും പട്ടികയിൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമാറോ.